നടി റിനി ആൻഡ് ജോർജിന് വധഭീഷണി. രാഹുലിനെതിരെ പരാതി നൽകിയാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. അജ്ഞാതൻ വീട്ടിലെത്തിയാണ് ഭീഷണി മുടക്കിയത്. സഖിൻ ആന്റണിയുടെ സഖിൻ, ആരാണ് ഈ അജ്ഞാതൻ എന്നതിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? എങ്ങനെയാണ് ഭീഷണി? ഭീഷണിപ്പെടുത്തുകയായിരുന്നു. വീടിന്റെ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ഒരു ശ്രമവും നടത്തി. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊന്നുകളയുമെന്നുള്ള ഒരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. റിനിയും ഒപ്പം തന്നെ പിതാവും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് റിനി നന്നായി തന്നെ ഭയന്നിരുന്നു. അതുകൊണ്ട് അവരെ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ അജ്ഞാതൻ വീടിന് സമീപത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഉണ്ടായത്. 2 തവണ വീടിന്റെ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമവും ഇയാൾ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് നടി റിനിയാണ്. റിനിയുടെ പരാതിയെ തുടർന്നാണ്, അല്ലെങ്കിൽ ആരോപണത്തെ തുടർന്നാണ് പിന്നീട് രാഹുലിനെതിരെ നിരവധി പരാതികളുമായി സ്ത്രീകൾ രംഗത്ത് വരുന്നത്. നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നു. മാത്രമല്ല പല ഘട്ടങ്ങളിലും രാഹുലിനെതിരെ ശക്തമായ പ്രതികരണം റിനി നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ അല്പനേരം മുൻപ് റിനിയുടെ വീട്ടിലേക്ക് ഒരു അജ്ഞാതൻ എത്തുകയും ഇവരെ കാര്യമായി തന്നെ ഭീഷണിപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. രാഹുലിനെതിരെ പരാതിയുമായി നീങ്ങിയാൽ റിനിയെ കൊന്നുകളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ റിനി പരാതിയുമായി പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരുടെ വീടിനടുത്തേക്ക് തീർച്ചയായും സഖിൻ, നടി റിനി ആൻ ജോർജിനാണ് ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയാൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. അജ്ഞാതനായിട്ടുള്ള ആൾ വീട്ടിലെത്തിയാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ പരാതി നൽകാനുള്ള നീക്കത്തിലേക്കാണ് റിനി കടക്കുന്നത്. വലിയ രീതിയിൽ തിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും വളരെ വലിയ ആർജവത്തോടുകൂടി സമൂഹത്തിന് മുന്നിലേക്ക് വന്ന വ്യക്തിത്വമാണ് റിനി എന്നുള്ളത്. സഖിൻ തുടരുന്നുണ്ട്. സഖിൻ, ഇതിലിപ്പോൾ പരാതിയുമായി മുൻപോട്ടേക്ക് പോകാനാണ് റിനിയുടെ തീരുമാനം, അല്ലേ? എങ്ങനെയാണ് പരാതിയുമായി എപ്പോഴേക്കും പോലീസിനെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അല്പനേരത്തിനുള്ളിൽ തന്നെ പോലീസിൽ പരാതി നൽകാനാണ് റിനി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് റിനിക്കെതിരെ ഒരു വധഭീഷണി വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഒരു അജ്ഞാതൻ റിനിയുടെ വീടിന് വാതിക്കലെത്തുകയും അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. 2 തവണയാണ് റിനിയുടെ ഗേറ്റ് ചാടിക്കടക്കാൻ അജ്ഞാതൻ ശ്രമം നടത്തിയത്. എന്തായാലും റിനിയുടെ പിതാവ് ആ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അക്രമം അയാൾ നടത്തുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ റിനി തയ്യാറായില്ല. കൂടാതെ ഈ അജ്ഞാതൻ പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു നടത്തിയിരുന്നത്. ഇത് നമ്മൾക്കറിയാം. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് നടി റിനിയാണ്. റിനിയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു പിന്നീട് നിരവധി സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നത്. ആ പരാതിയായിരുന്നു കേരള സമൂഹവും പൊതുസമൂഹവും എല്ലാം ഏറ്റെടുത്തതും. ഏതായാലും ഈ റിനി ഇനി പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഖിൻ, ഇപ്പോൾ ഈ പോലീസിൽ പരാതി നൽകുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? എത്തരത്തിലാണ് ഇനി അങ്ങോട്ട് റിനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലോ. ഇത്തരം അനുകൂലികൾ സൈബറിടത്ത് വലിയ രീതിയിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ നേരിട്ടുള്ള ഭീഷണി, വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടി വരികയാണല്ലോ സഖിൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അവരുടെ വീട്ടിലെത്തി അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ ക്രിമിനലുകൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരക്കാരെ ഇപ്പോഴേ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ഇത് സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പരാതി പറയുന്നവരെ ഭീഷണിപ്പെടുത്തുക, കൊന്നുകളയുമെന്ന് പറയുക, ഇതൊക്കെ പൊതുസമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിംഗ് സംവിധാനം വലിയ ശക്തമാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ആദ്യ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയെ അവരുടെ വീട്ടിൽ കയറി വന്ന ഒരു അജ്ഞാതൻ കൊന്നുകളയുമെന്ന് പറയുന്ന തരത്തിലേക്ക് വരെ നീണ്ടിരിക്കുന്നു. അതും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോട്ട് ടു അറസ്റ്റ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്.
സഹിൻ, ഇക്കാര്യത്തിൽ ഇനി പോലീസ് ഒരു കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്തരം അതിജീവിതമാർക്ക് ഉൾപ്പെടെ ഈ സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇനിയും ജീവിക്കേണ്ടതാണ്. മാത്രമല്ല ഇത്തരം പരാതിയുമായി ഇനി എങ്ങോട്ട് വരാനിരിക്കുന്നവർക്കും ഇതൊരു വലിയ രീതിയിലുള്ള ഭീഷണിയായി മുൻപിലേക്ക് മാറാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പോലീസിന് ഇതിൽ വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പോലീസ് നേരത്തെ ഇടപെടേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഒരു സ്ത്രീ പരാതി കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ പോലീസ് ജാഗ്രതയിൽ നിർത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയെ ജാഗ്രതയിൽ നിർത്തേണ്ടതായിരുന്നു. അവരുടെ ചുറ്റുപാടും എപ്പോഴും പോലീസിന്റെ ഒരു സർവൈലൻസ് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അതിലൊന്നും പോലീസിന്റെ ഒരു നിരീക്ഷണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നൊരു അജ്ഞാതൻ അവരുടെ വീട്ടിൽ കയറി വന്ന് അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. എന്തായാലും ഇനിയെങ്കിലും പോലീസിംഗ് സംവിധാനം ശക്തമായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതിയുമായി മുന്നോട്ട് വരാൻ സ്ത്രീകൾ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരാതിയോ ആരോപണമോ ഉന്നയിക്കുന്ന സ്ത്രീകളെ കൊന്നുകളയുമെന്നും അല്ലെങ്കിൽ അവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങേണ്ടതാണ്. ഇത് നേരത്തെ തന്നെ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ആ സമയത്തുള്ള കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് റിനിക്ക് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. സഹിൻ, ഒരു ഘട്ടത്തിൽ പോലും ഈ ആത്മവിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആദ്യം മുതൽ ഇന്ന് വരെ നിന്നിട്ടുള്ള വ്യക്തിത്വമാണ് ഈ റിനി. ആദ്യം ആരോപണം ഉന്നയിച്ച ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലൊക്കെ ചെറുതായി ഒന്ന് വിതുമ്പിക്കൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ ഒന്നും പോലും അല്പം പോലും ആത്മവിശ്വാസം തകർന്നിട്ടില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു റിനി. അത്രയധികം സൈബർ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളുമാണ് റിനി നേരിട്ടിരുന്നത്. ഇപ്പോൾ ഈ വധഭീഷണി കൂടി വരുമ്പോൾ അത് റിനി ഏതെങ്കിലും തരത്തിൽ തളർത്തിയിട്ടുണ്ടോ, അതോ കൂടുതൽ ഊർജം ലഭിച്ചിരിക്കുകയാണോ റിനിക്ക്? കൂടുതൽ മുന്നോട്ടേക്ക് തന്നെ ഇതിൽ ശക്തമായി പ്രതിരോധിച്ച് ഞാൻ മുൻപോട്ട് വരും എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് സഹിൻ ഇത് റിനിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നു, അവർ കൂടുതൽ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടം വരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ റിനി തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനിയെങ്കിലും റിനി ആ കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ പുലർത്തുമെന്ന് ചിലപ്പോൾ നമ്മൾ കരുതേണ്ടതായി വരും. എന്തായാലും ഇക്കാര്യം ഇനിയെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിലയിലേക്കാണ് റിനി മാറിയിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.